അല്ല, ദേവദത്തൻ നമ്പൂതിരി, ഞാൻ അദ്ദേഹത്തെ കാണാനായാണ് വന്നത്. അദ്ദേഹം എവിടെ? അച്ഛൻ അച്ഛൻ മരിച്ചു എന്നേക്ക് 3 വർഷം കഴിഞ്ഞിരിക്കണോ? പേടിക്കണ്ട, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണ്, വിഷ്ണുവർദ്ധൻ. മരിക്കുന്നതിന് മുൻപ് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ എന്നെ തേടി വരുമെന്ന്. മകൾ ഇപ്പോൾ പുതിയ സ്വപ്നങ്ങളൊക്കെ കണ്ടു തുടങ്ങിയല്ലേ? താൻ പറയാതെ തന്നെ തൻ്റെ കുടുംബത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അദ്ദേഹം മനസ്സിലാക്കിയപ്പോൾ ഇതാണ് മുന്നോട്ട് നടക്കാനിരുന്നതെന്ന് പ്രതാപന് ബോധ്യമായി. അത് തിരുമേനി, ഞാനിനി എന്താ ചെയ്യേണ്ടത്? ഏകദേശം 1 വർഷത്തോളമായി ഒരു സ്വപ്നം എൻ്റെ മകളെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്. ഒരു കാവും കുളവും ഏതോ ഒരു പെൺകുട്ടിയും ഒരു പുരുഷനും ഒക്കെയാണ് അവളുടെ സ്വപ്നത്തിൽ. ഇതിന്റെ ഒന്നും അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മകൾക്ക് 1 വയസ്സുള്ളപ്പോഴാണ് ഞാൻ അവളെ ഇവിടുന്ന് പറിച്ചു നടുന്നത്. മുംബൈയിലാണ് അവൾ വളർന്നതും പഠിച്ചതും. ഈ കാവും കുളവും അവൾക്ക് തീരെ പരിചിതമല്ല. എങ്കിൽ പോലും എന്റെ കുട്ടി അത് വിവരിക്കുന്ന കേൾക്കുമ്പോ ഉള്ളിൽ എന്തോ വല്ലാത്ത ഭയം തോന്നുന്നു. എന്താ തിരുമേനി ഇതിന്റെയൊക്കെ അർത്ഥം? അന്ന് അച്ഛൻ തിരുമേനി എന്തുകൊണ്ടാണ് എന്റെ കുട്ടിക്ക് ജാതകം കുറിച്ചു തരാഞ്ഞത്? എന്റെ മകളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഒന്നും വ്യക്തമായി പറയാൻ എനിക്കിപ്പോൾ അനുവാദമില്ല പ്രതാപൻ. എല്ലാം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാകും. മകളുടെ പേര് രുദ്രാഗ്നിക. രുദ്ര എന്ന് വിളിക്കും. ഇപ്പോൾ മകൾക്ക് ഏകദേശം 24 വയസ്സായി അല്ലേ? വിവാഹം എന്തെങ്കിലും നോക്കി തുടങ്ങിയോ? ഇപ്പോൾ തന്നെ ഒരുപാട് ആലോചനകൾ ഞാൻ കൊണ്ടുവന്നു സ്വാമി. പക്ഷേ അവൾ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇപ്പോ കല്യാണം വേണ്ട എന്നും സമയമാകുമ്പോൾ അവൾ തന്നെ പറയാമെന്നുമാണ് പറയുന്നത്. അതെ, അത് തന്നെയാണ് ശരി. അവളുടെ സമയമാകുമ്പോൾ അവൾക്കത് ബോധ്യമാവും. ഇനി വരുന്ന ആദ്യ ആലോചന അവൾ സമ്മതിക്കും. പൂർണ്ണ മനസ്സോടെ നിങ്ങളത് നടത്തി കൊടുക്കണം. അതാണ് ഈ ജന്മത്തിൽ നിങ്ങളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കടമ. ബാക്കിയൊക്കെ വരും വഴിയെ ഞാൻ പറഞ്ഞു തരാം. മുംബൈ നഗരം വിടാൻ നിങ്ങൾക്ക് സമയം എടുത്തിരിക്കുന്നു. ഇനിയിപ്പോ അതിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കൊള്ളുക. ഇപ്പോൾ അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങളെ തേടിയവൻ വരും. വരാതിരിക്കാൻ അവന് കഴിയില്ല. കാരണം രുദ്രയുടെ നിയോഗങ്ങളുടെ വഴികാട്ടിയാണവൻ. പ്രതാപൻ, ഇപ്പോൾ നിങ്ങൾ ധൈര്യമായി പൊയ്ക്കോളൂ. നമ്മൾ അധികം താമസിക്കാതെ വീണ്ടും കാണും. പ്രതാപൻ പോകാനായി എഴുന്നേറ്റു. ദക്ഷിണയായി കുറച്ച് പണമെടുത്തയാൾ തിരുമേനിക്ക് നീട്ടി. അരുത്, ഇതെന്റെ നിയോഗമാണ്. നിങ്ങൾ ഈ നാട്ടിൽ കാലുകുത്തുന്നത് മുതൽ ഒരു നിഴൽ പോലെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. കാരണം എനിക്കും രുദ്രയ്ക്കും താണ്ടേണ്ടത് നിസാര വഴികളല്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. എന്തൊക്കെയാ സ്വാമി പറയുന്നത്? എല്ലാം വഴിയെ മനസ്സിലാവും. ഇപ്പോൾ പൊയ്ക്കോളൂ. പറഞ്ഞത് മറക്കണ്ട. ഇനി വരുന്ന ആദ്യ വിവാഹ ആലോചന അതാണ് ചേരേണ്ടത്. അത് തന്നെ ചേരും. ചേർത്ത് വെക്കണം. എല്ലാം അങ്ങ് പറയുന്നത് പോലെ. തിരിച്ചുള്ള വരവിൽ പ്രതാപനാകി അസ്വസ്ഥനായിരുന്നു. എങ്കിൽ കാതങ്ങൾക്കപ്പുറം ആ ഇരുണ്ട വനത്തിൽ ഒരു കരിനാഗത്തിന്റെ കണ്ണുകൾ രക്തവർണമായി തിളങ്ങി. ആ കണ്ണുകളിലെരിയുന്ന പകയ്ക്ക് ഈ ലോകത്തെ ചുട്ടിരിക്കാൻ പാകത്തിന് ശക്തിയുണ്ടായിരുന്നു. അവരുടെ വരവിനായി കാത്തിരിക്കുന്ന ആ കാവ്യ സർവ്വതും നശിപ്പിക്കാൻ പാകത്തിന് കാറ്റാഞ്ഞു വീശി. പാലയും ഇലഞ്ഞയും പൂത്തതിൻ്റെ മനം മയക്കുന്ന ഗന്ധം അവിടെ ആകെ പടർന്നു. പിന്നീട് ആ വശ്യമായ ഗന്ധം ചുടുചോരയുടെ രൂക്ഷഗന്ധമായി മാറി. തെരുവ് നായ്ക്കൾ നിർത്താതെ ഓരിയിടുകയും കരിമ്പൂച്ചകൾ മുരളുകയും ചെയ്തപ്പോൾ
നാഗത്താന്മാരുടെ മൺകുറ്റിൽ നിന്ന് ചുടുചോര നനഞ്ഞിറങ്ങി അവിടെ ആകെ പടർന്നു. ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ അവിടെ ആകെ അലയടിച്ചു. ഒപ്പം ഒരു സ്ത്രീയുടെ വിതമ്പലും അവിടെ മുഴങ്ങിക്കേട്ടു. ശക്തമായ കാറ്റ് മനയിലേക്ക് ആഞ്ഞടിച്ചു. എന്റെ നാഗത്താന്മാരെ, വീണ്ടും ഞങ്ങളെ പരീക്ഷിക്കല്ലേ.